ഞാൻ റിസർച്ച് ചെയ്തെന്ന് പോയി പറഞ്ഞേക്ക്. എനിക്ക് എന്റെ ഊരുകളെ വയ്യ. അല്ല രേഷ്മ, അവളെന്തോടിയത്? അവളെന്തോടിയത്? തലവേദന എടുത്തിറക്കുന്ന ടോമിക്ക് മരുന്നും മീനുവിന്റെ മരിച്ച് മയ്യത്തെ അമ്മൂമ്മക്ക് റീത്ത് വാങ്ങാൻ വേണ്ടി അവൾ ഓടിയത്. ഞെട്ടിയോ? ഇല്ലല്ലോ. തന്നല്ലോ. ഇല്ലെന്നേ. തന്നെ നിനക്ക് തോന്നിയതാ കുട്ട. അങ്ങനെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. പറ. ടോമി മീനു ഒളിച്ചോടി. ആ കാര്യം അറിയാവുന്ന രണ്ടുപേരിൽ ഒരാൾ ജോമി, പിന്നെ രേഷ്മ. അവൾക്ക് പണി കിട്ടുമെന്ന് വിചാരിച്ചു അവള് ജീവനം കൊണ്ടോടി. എന്തൊക്കെയായി കുട്ടി പറയണേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കാര്യം മേരിമ എടുത്ത് അറിയിച്ചിട്ട്. എന്റെ പൊന്നു ലാസറേ, ചതിക്കരുത്. നീ ആന്റിയുടെ അടുത്തൊന്നും പറയരുത്. എന്ത് ചെയ്യാനാ ജോമി? ഞാനൊരു സത്യസന്ധനായി, അതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റും. കൈവിട. അങ്ങനെ പോവാതിരിക്കാൻ ഞാൻ എന്തോ ചെയ്യണം? എന്തും ചെയ്യും. എന്ത് ചെയ്യും? അങ്ങനെ എന്തും ചെയ്യണ്ട. ഞാൻ ആവശ്യമുള്ളപ്പോ വേണ്ടത് പറയാം, അപ്പൊ ചെയ്താൽ മതി. നീ ഈ സമയം മുതലെടുക്കരുത്. എന്നാ ഞാൻ പോയി പറഞ്ഞിട്ട് എന്തും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു നല്ല കടുപ്പം കൂട്ടിയൊരു കോഫി എടുത്തു. ഞാൻ ആലോചിക്കണം. നിനക്ക് ഞാൻ കോഫി കൊണ്ടുവരണല്ലോടാ. ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? അതെ. ഞാൻ ഇപ്പൊ കോഫി കൊണ്ടുവരാം. നിക്ക് കേട്ടോ. പോവല്ലേ പോവല്ലേ. കോഫി കൊണ്ടുവരാമേ. ഇപ്പൊ വരുമായിരിക്കൂല്ലേ? എന്ത്? ആ ടോമിയെന്ന് വിളിക്കും. എന്തിന്? ഒരു ക്ലയന്റ് വിളിച്ചിരിക്കുന്നു. അവൻ ഡീൽ ചെയ്തിരുന്ന ക്ലയന്റ് ആണെന്ന്. റിക്വയർമെന്റ്സ് ഒക്കെ അവനോട് പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. പെട്ടെന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. നീ അവനെ വിളിച്ച ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എടുത്തേ. അവ ഇന്ന് ബെഡ് റെസ്റ്റ് ആണ്, നാളെ ആവട്ടെ. അങ്ങനെ പറഞ്ഞ എങ്ങനെ? പലപ്പോഴും കൂടെ നമുക്ക് ആകെ കൂടെ ഒരു ക്ലയന്റിനെ കിട്ടുന്നത്. ഒരു ക്ലയന്റ് പോയാലേ 9 ക്ലയന്റ് വേറെ വരും. ജീവൻ പോയാൽ വേറെ കിട്ടൂല. ഞാൻ ഈ കോഫി കൊടുക്കട്ടെ. ആർക്ക്? എനിക്ക് ഞാൻ ഒരു കോഫി കൊടുക്കട്ടെ. ലാസർ കോഫി. കോഫി മധുരം കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. താങ്ക്സ്. എടാ ജോമി, നീ ഈ പല്ല് കടിച്ചു പിടിച്ച് താങ്ക്സിനോട്ടൊരു കാര്യമില്ല. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും പോയി പറയാം. അയ്യോ, പല്ല് കടിച്ചല്ല, പോട് പുഴുപ്പല്ല്. ഈ കസേരയിലിരിക്കാൻ അത്ര സുഖമില്ല അല്ലേ? അത് പഴയതായതല്ലേ, എൻ്റെ അരി. അപ്പൊ പുതിയ കസേരയിലാണെങ്കിൽ നല്ല സുഖമായിരിക്കും ഇരിക്കാൻ. അതെ അതെ അതെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കസേര ഇവിടെ ഉണ്ടല്ലോ. അതേത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മനസ്സിലായില്ല. നിന്റെ കസേര. ഞാൻ ആ കസേരയിൽ നിന്ന് പോയി ഇരുന്നിട്ട് വരാം. ലാസറേ, ലാസറേ, ജോമി ഒന്നിങ്ങാണ്ട് വാ. എന്താ മേഡം? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ആ മീനൊന്ന് ലീവ്, ടോമിയോട്ട് വന്നിട്ടുമില്ല. ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന ആ രേഷ്മേനെ ആണെങ്കിലും ഇപ്പൊ കാണുന്നില്ല. എല്ലാത്തിൻ്റെയും ഫോണ് സ്വിച്ച് ഓഫ്. എനിക്കത് എന്നും മനസ്സിലാവുന്നില്ല. ഞാനൊരു വിശുദ്ധ അന്വേഷണം നടത്തി മേഡം. മീനുവിന്റെ അമ്മൂമ്മ മരിച്ചുപോയി. ടോമിയാണെങ്കിൽ തലവേദന എടുത്ത് കിടപ്പിലാണ്. രേഷ്മയാണെങ്കിൽ വയറിന് സുഖമില്ലാത്തതുകൊണ്ട് ആകെ സീനായിട്ടിരിക്കുക. പിന്നെ മീനുവിന്റെ ഫോൺ കംപ്ലൈന്റാ. ഡോക്ടർ പറഞ്ഞുകൊണ്ട് ടോമി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. രേഷ്മയുടെ ഫോണാണെങ്കിൽ വയറിന് സുഖമില്ലാത്തതുകൊണ്ട് ടോയ്ലറ്റിൽ പോയപ്പോൾ ഫോൺ ക്ലോസറ്റിൽ നീ എടുത്തോ? ഒന്ന് കണ്ടു. ദീസ് ആർ മൈ ഫൈൻഡിങ്സ് മേഡം. താങ്ക് യു. എന്തൊക്കെ താങ്ക് യു? പിന്നെ ഇത്രയും നല്ലൊരു എംപ്ലോയിയുടെ അടുത്ത് പോയി ചാവണമെന്ന് പറയുന്നു. പിന്നെ നീ എന്തോത്തിനാ എന്റെ മേലെ ചാടിക്കടിക്കാൻ വരുന്ന? ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ചാടി എത്തിയൊക്കെ നിന്ന് കടിച്ചു പോവും അമ്മായി. ടോമി കൂൾ. ലാസർ പറഞ്ഞോണ്ട് ഞാൻ കൂളാവുന്നു. യു ആർ സച്ച് എ ലോയൽ എംപ്ലോയി, യു നോ. മേഡം ഞാൻ പോയി, എനിക്ക് കുറച്ച് പണിയാനുണ്ട്. അല്ല, കുറച്ച് പേർക്ക് പണി ചെയ്യിപ്പിക്കാനുണ്ട്. പോട്ടെ ജോമി.
ജോമി, ഞാൻ ഇന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ നീ ഇന്ന് ഭസ്മായനെ. ഒരു പൂച്ചക്കുട്ടിയെ ഇട്ട് കൊടുക്കുന്ന പോലെ മേരിമേടത്തിന് എനിക്ക് നിന്നെ ഇട്ട് കൊടുക്കാറുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. പുച്ഛത്തോടുള്ള താങ്ക്സ്. അയ്യോ താങ്ക്സ്. ഇന ഞാൻ നിന്നെ സഹായിക്കുമ്പോ നീ ഞാൻ പറയണത് കേൾക്കില്ലേ? അങ്ങനെയാണെങ്കിലേ നീ എന്നെ നിന്റെ കസേരയിലേക്ക് നിർത്തിക്ക്. നിന്റെ മൂല എന്റെ കയ്യിലല്ലല്ലോ, നിനക്ക് എന്നെ വന്നിരുന്നൂടെ? അതിലൊരു ത്രില്ലില്ല. ലാസറേ, നീ ഓവറാണ്. ഇവിടെ പിന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ലിമിറ്റിലാണ് നടക്കുന്നത് അല്ലേ? ഞാൻ പറയും, നീ അത് കേൾക്കും. ഇല്ലെങ്കിൽ ഇവിടെ നടന്ന സംഭവം മുഴുവനും നിന്റെ അപ്പന്മാരും അമ്മായും കേൾക്കും. അപ്പൊ ആര് കേൾക്കണം? നീ പറ. ഞാൻ കസേര പിടിച്ചിട്ട് തരാം, വരൂ. ഒരു മിനിറ്റ്. ഹലോ. അയ്യോ, എന്താടാ? അന്ന് അപ്പന്മാർ ഇങ്ങോട്ട് ഓഫീസ് നോക്കാൻ വന്നിട്ട് നമ്മളിവിടെ വയറിളവി കൂട്ട ലീവ് എടുത്തില്ലേ? അന്ന് അവര് വന്നില്ലല്ലോ. ഇന്ന് ഇങ്ങോട്ട് വരണം, അതിന് പകരം. അയ്യോ 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 അയ്യോ